അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ലാസ്സിൻ്റെ 53-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. കഴിഞ്ഞ 52 പാഠങ്ങളിലൂടെ ഇംഗ്ലീഷിൻ്റെ ധാരാളം പാഠങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ഇംഗ്ലീഷ് വാക്യങ്ങൾ ഉണ്ടാക്കാൻ നാം ഇതിലൂടെ ശീലിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ ലളിതമായ ഒരു വാക്യഘടനയാണ്. എന്നാൽ നിത്യജീവിതത്തിൽ നമുക്ക് ധാരാളം സന്ദർഭങ്ങളിൽ ആവശ്യമുള്ള ഒരു സെൻറ്റൻസ് കൂടിയാണ്. അപ്പോൾ അവൻ വന്നോ, അവൾ എഴുതിയോ, നീ ചെയ്തോ, ഇന്ന് മഴ പെയ്തോ, ഇന്ന് എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ ഈ ഒരു വാക്യഘടനയാണ് നാം ഉപയോഗിക്കേണ്ടത്. അതിനുള്ള സെൻറ്റൻസാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ വാക്യഘടന വളരെ സിമ്പിളാണ്. അത് ഫസ്റ്റ് ചോദ്യമായതുകൊണ്ട് തന്നെ ഓക്സിലറി ആണ്, സഹായക ക്രിയയാണ് ഉപയോഗിക്കേണ്ടത്. അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിഡ് ആണ്. ഡിഡ് എന്നതിന് ശേഷം ഡിഡ് പ്ലസ് സബ്ജക്റ്റ്. ഏതാണോ പ്രവൃത്തി ചെയ്യുന്ന വസ്തു അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ എന്താണോ സബ്ജക്റ്റ് എങ്കിൽ അത് നമുക്കവിടെ ചേർത്ത് കൊടുക്കാം. ഹീനോ, ഷീനോ, ദേനോ, ഒരാളുടെ പേര്, ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെർബിൻ്റെ ബേസിക് ഫോം മാത്രം ചേർത്താൽ ആ സെൻറ്റൻസ് അവിടെ പൂർണ്ണമായി. അതാണ് നമ്മുടെ ഇന്നത്തെ പാഠത്തിൻ്റെ പ്രത്യേകത. വളരെ ലളിതമായി, വളരെ എളുപ്പത്തിൽ നമുക്ക് വലിയൊരു ആശയത്തെ ചോദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രവുമല്ല, അത് ദിവസേന നമുക്ക് ധാരാളം സന്ദർഭങ്ങളിൽ നിത്യജീവിതത്തിൽ ആവശ്യമായി വരുന്നൊരു സെൻറ്റൻസ് കൂടിയാണ്. അതിനെ നമുക്ക് എങ്ങനെ നിഷ്പ്രയാസം ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഡിഡ് വെച്ചു, ഡിഡ് യു കം, നീ വന്നോ. ഡിഡ് ഫസ്റ്റ് വെച്ചു, അതിനുശേഷം യു എന്നുള്ള സബ്ജക്റ്റ് അവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം വെർബ് കം എന്നുള്ള ഒരു വെർബ് ചേർത്ത് കൊടുത്തു. ഡിഡ് യു കം, നീ വന്നോ എന്നർത്ഥം. ഡിഡ് ഡോക്ടർ അനീസ് കം, ഡോക്ടർ അനീസ് വന്നോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിഡ് റസാന ഗോ, റസാന പോയോ. ഇതാണ് നമുക്ക് ഈ സെൻറ്റൻസിലൂടെ കിട്ടുന്ന അർത്ഥം. അപ്പോൾ ഫസ്റ്റ് ഡിഡ്, അതിനുശേഷം സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇതിലൊരു മാറ്റവും ഇല്ല. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹി ആണെങ്കിലും ഏകവചനാണെങ്കിലും ദേ ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒക്കെ ഇതേ ഘടന നാം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഡിഡ് യു കം, നീ വന്നോ. ഡിഡ് ദേ കം, അവർ വന്നോ. ഡിഡ് വി സ്റ്റഡി, നമ്മൾ പഠിച്ചോ. ഡിഡ് ദേ ഗോ, അവർ പോയോ. ഡിഡ് ബേർഡ്സ് ഫ്ലൈ, പക്ഷികൾ പറന്നോ. ഇനി എന്ത് നമുക്ക് ഇതേ ക്രമത്തിലുള്ള ചോദ്യം ചോദിക്കണമെങ്കിലും നമുക്ക് കണ്ണടച്ച് ഈ ഒരു ക്രമം ഫോളോ ചെയ്താൽ മതി. ഫസ്റ്റ് ഡിഡ് വെക്കുക, അതിനുശേഷം ഏതാണോ സബ്ജക്റ്റ് എങ്കിൽ അതിനെ നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം വെർബിൻ്റെ ബേസിക് ഫോം അവിടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബസ് വന്നോ എന്നാണെങ്കിൽ ഡിഡ് ബസ് കം. ഇപ്പോൾ ട്രെയിൻ പോയോ എന്നാണെങ്കിൽ ഡിഡ് ട്രെയിൻ ഗോ എന്നിങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഡിഡ് ദേ ടീച്ച്, അവർ പഠിപ്പിച്ചോ. ഡിഡ് ദേ സ്റ്റഡി, അവർ പഠിച്ചോ. ഡിഡ് ദേ കംപ്ലീറ്റ് ദെയർ വർക്ക്, അവർ അവരുടെ ജോലി പൂർത്തീകരിച്ചോ. ഡിഡ് യു ഫിനിഷ്, നീ പൂർത്തീകരിച്ചോ. എന്നിങ്ങനെ നമുക്ക് വളരെ ലളിതമായി ചോദിക്കാൻ കഴിയുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ ഏത് സബ്ജക്റ്റും ആക്കാം എന്നതിന് സൂചകമായിട്ടാണ് മുകളിൽ ഡിഡ് ഷീ കൊടുത്തിട്ടുണ്ട്. ഡിഡ് ഹീ നമുക്കാക്കാം, ഡിഡ് ദേ എന്നാക്കാം, ഡിഡ് ബ്രദർ ആൻഡ് സിസ്റ്റർ എന്നാകാം, ഡിഡ് ബ്രദേഴ്സ് എന്നാകാം, ഡിഡ് ഡോക്ടേഴ്സ് എന്നാകാം. ഏത് സബ്ജക്റ്റായാലും നമുക്കവിടെ വളരെ നിഷ്പ്രയാസം ഈ സെൻറ്റൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഡിഡ് ബോയ്സ് ഹെൽപ്പ് ദം, ആൺകുട്ടികൾ അവരെ സഹായിച്ചോ. അർത്ഥം നമ്മൾ എഴുതിയിട്ടുണ്ട്, ആൺകുട്ടികൾ അവരെ സഹായിച്ചോ. ഡിഡ് ഇറ്റ് റൈൻ, മറ്റൊരു പ്രത്യേകമായ ഇതിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരാശയമാണ് ഡിഡ് ഇറ്റ് റൈൻ, മഴ പെയ്തോ. നമുക്കറിയാം മഴ പെയ്യുക എന്നത് പരാമർശിക്കുമ്പോൾ സബ്ജക്റ്റ് ഇറ്റാണ്. അപ്പോൾ മഞ്ഞ് പെയ്തോ എന്നാണെങ്കിൽ ഡിഡ് ഇറ്റ് സ്നോ, ഡിഡ് ഇറ്റ് സ്നോ, മഞ്ഞ് പെയ്തോ. ഈ ആശയം നമ്മൾ വളരെ വ്യക്തമായിട്ട് വളരെ രസകരമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഡിഡ് ഇറ്റ് റൈൻ, മഴ പെയ്തോ. അതുപോലെ ഡിഡ് ഐ സേ സോ, ഞാൻ അങ്ങനെ പറഞ്ഞോ. സോ എന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ഡിഡ് ഐ സേ സോ, ഞാൻ അങ്ങനെ പറഞ്ഞോ. ഡിഡ് ഐ സേ ദാറ്റ്, ഞാൻ അത് പറഞ്ഞോ. ഡിഡ് ഐ ടീച്ച് യു, ഞാൻ നിന്നെ പഠിപ്പിച്ചോ. ഡിഡ് ഐ കോൾ യു, ഞാൻ നിന്നെ വിളിച്ചോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ ലളിതമായി ചോദിക്കാം എന്നുള്ള പാഠം നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ പാഠം നമുക്ക് ഇതാണ്. ഈ പാഠം നമ്മൾ ധാരാളം തവണ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഇനി ഇംഗ്ലീഷിൽ മാത്രമേ ചോദിക്കൂ എന്നുള്ള ഒരു പ്രതിജ്ഞ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള നിങ്ങളുടെ ഈ ഒരു ശ്രമത്തിനിടയിൽ അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ധാരാളം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് ഇത്തരത്തിൽ പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അത് തന്നെ വളരെ വലിയൊരു
മാറ്റം നിങ്ങളുടെ ഇംഗ്ലീഷ് പഠന ജീവിതത്തിൽ കൊണ്ടുവരും. അതുകൊണ്ട് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. ഈ പാഠം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.